നമസ്തേ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ബിനു മുരളീധരൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജനുവരി മുതൽ UAE-യിലെ എല്ലാ വിദ്യാലയങ്ങളിലും നേരിട്ടുള്ള അധ്യയനം പുനരാരംഭിക്കുന്നു. ഇക്കാര്യം അറിയിച്ച് ദേശീയ അടിയന്തര ദുരന്ത നിവാരണ അതോറിറ്റി. മുഴുവൻ വിദ്യാർത്ഥികളും സ്കൂളിലെത്തുന്നത് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. സഞ്ജിത്ത് വധക്കേസിൽ നീതി ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് RSS സഹ സർക്കാരിവാഹ് ഡോക്ടർ മൻമോഹൻ വൈദ്യ. കേസ് NIA അന്വേഷിക്കണം. മത തീവ്രവാദ ശക്തികളും CPM സർക്കാരുമായി രഹസ്യ ധാരണ. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പരിശോധിക്കണമെന്നും ഡോക്ടർ മൻമോഹൻ വൈദ്യ. മോഡലുകളുടെ അപകടമരണത്തിൽ അറസ്റ്റിലായ ഹോട്ടൽ ജീവനക്കാരെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ്. ചോദ്യം ചെയ്യലിൽ പോലീസ് ഭയപ്പെടുത്തിയെന്നും മോഡലുകളുടെ മരണവുമായി ബന്ധമില്ലെന്നും ജീവനക്കാർ. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഹോട്ടൽ ഉടമയുടെ മൊഴിയെടുക്കും. ഹോട്ടലിലെ ദൃശ്യങ്ങൾ നശിപ്പിച്ചത് സംശയകരമാണെന്ന് പ്രോസിക്യൂഷൻ. ശബരിമലയിൽ ഹലാൽ ശർക്കര ഉപയോഗിച്ചതിനെതിരായ ഹർജിയിൽ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി ദേവസ്വം ബോർഡ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നുണ്ടെന്ന് സർക്കാർ കോടതിയിൽ. ഹൈക്കോടതി ഹർജി പരിഗണിക്കുക തിങ്കളാഴ്ച. അന്തർ സംസ്ഥാന നദീജല വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം പൂർണ്ണമായും മുഖ്യമന്ത്രിയിലേക്ക്. സുപ്രീം കോടതിയിലെ കേസുകളിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ചെയർമാനായ സമിതി നയപരമായ തീരുമാനമെടുക്കും. തമിഴ്നാട് ആളിയാർ ഡാം തുറന്നു, അറിയിച്ചിട്ടും കരുതൽ നടപടി സ്വീകരിക്കാതെ സംസ്ഥാനം. മുല്ലപ്പെരിയാറിന് പിന്നാലെ ഇടുക്കി അണക്കെട്ടും തുറന്നു, വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യത. ബോംബെ ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവ് റദ്ദാക്കി സുപ്രീം കോടതി. വസ്ത്രത്തിൻ്റെ മുകളിലൂടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് കുറ്റകരം. ലൈംഗിക അതിക്രമമായി കാണാനാകില്ലെന്ന വിധി അബദ്ധമെന്നും സുപ്രീം കോടതി. വാർത്തകൾ വിശദമായി. സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് RSS. കേസ് NIA അന്വേഷിക്കണമെന്നും തീവ്രവാദ ബന്ധം ഉൾപ്പെടെ പരിശോധിക്കണമെന്നും RSS അഖില ഭാരതീയ സഹ സർക്കാരിവാഹ് ഡോക്ടർ മൻമോഹൻ വൈദ്യ ആവശ്യപ്പെട്ടു. സഞ്ജിത്തിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ 11:30 RSS അഖില ഭാരതീയ സഹ സർക്കാരിവാഹ് ഡോക്ടർ മൻമോഹൻ വൈദ്യ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട സഞ്ജിത്തിന്റെ വസതിയിലെത്തിയത്. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച അദ്ദേഹം ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അറിയിച്ചു. നിലവിൽ കേസിലെ കേരള പോലീസ് അന്വേഷണം തൃപ്തികരമല്ല. അതുകൊണ്ട് തന്നെ NIA അന്വേഷണം വേണമെന്നും തീവ്രവാദ ബന്ധം ഉൾപ്പെടെ അന്വേഷിച്ച് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. We demand a fair investigation in this matter and the perpetrators of violence should be booked and punished at the earliest. We demand central government to intervene in the matter if justice is not delivered under the CPM government. We also demand a detailed NIA probe into the murder of Sanjit, as the perpetrators have terrorist links. We urge both the state and central government to further investigate the terrorist connections and anti-national activities of PFI and ban this terrorist outfit. കേരള സർക്കാർ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസൂത്രിത കൊലപാതകങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടു. CPM-ഉം ഇസ്ലാമിക തീവ്രവാദികളും തമ്മിൽ രഹസ്യ ധാരണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. We strongly condemn this act of terror and firmly stand by the family of the deceased. It is very pathetic that the democratically elected state government of Kerala has failed to prevent such targeted killings. Since it's evident from the previous experience that there is a clandestine understanding between the ruling CPM and the Islamist forces in the targeted killings of സ്വയംസേവക്. RSS പ്രാന്തീയ കാര്യകാരി സദസ്യൻ P. കോപാലൻകുട്ടി മാസ്റ്റർ, പ്രാന്തപ്രചാരക് PN ഹരികൃഷ്ണകുമാർ, സഹപ്രാന്ത പ്രചാരകന്മാരായ S. സുദർശനൻ, A. വിനോദ് തുടങ്ങിയവരും സഞ്ജിത്തിന്റെ വസതിയിൽ സന്ദർശനം നടത്തി. സഞ്ജിത്തിന്റെ കൊലപാതകം നടന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും കേരള പോലീസ് ഇരുട്ടിൽ തപ്പുമ്പോൾ കേസ് NIA അന്വേഷിക്കണമെന്നാണ് RSS ആവശ്യപ്പെടുന്നത്. രമേശ് രാമനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. പാലക്കാട് RSS സ്വയംസേവകൻ സഞ്ജിത്തിന്റെ കൊലപാതകികളെ തിരിച്ചറിയുന്ന ഭാര്യയുടെ ജീവന്
ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം നൽകണമെന്നും മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ. സഞ്ജിത്ത് വധക്കേസ് അന്വേഷണം അട്ടിമറിക്കാൻ പോലീസും സർക്കാരും നടത്തുന്ന ഏതൊരു നീക്കവും സാമൂഹ്യനീതിയുടെ പരസ്യമായ നിഷേധവും ജനാധിപത്യ അവകാശങ്ങളുടെ ധ്വംസനവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത് IS ഫ്രാക്ഷനാണെന്ന് BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ. തമിഴ്നാട്ടിൽ നടത്തിയ സമാന തീവ്രവാദ ആക്രമണമാണ് കേരളത്തിലും പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നത്. കേസിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. സഞ്ജിത്തിന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുകയും ചെയ്യുന്ന നിലപാടാണോ പോലീസ് സ്വീകരിക്കുന്നതെന്ന് സംശയമുണ്ടാവുകയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്ന ആളുകൾ കേരള പോലീസിനുള്ളിലുണ്ട് എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. പച്ചവെളിച്ചം പോലെയുള്ള എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ന്യായയുക്തമായ ഒരു അന്വേഷണം ഇതിൽ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, BJP പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അതിക്രൂരമായി വെട്ടിയെരിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ഒരു പ്രതിയെപ്പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയ ഒരാളെ പോലും ചോദ്യം ചെയ്യുന്നില്ല. കൊച്ചിയിലെ മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്പർ 18 ഹോട്ടൽ ഉടമ അടക്കം 6 പേർക്കും ജാമ്യം. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഹോട്ടൽ ഉടമ റോയ്, ജീവനക്കാരായ മെൽവിൻ, വിഷ്ണു, ലിൻസൺ, ഷിജു, അനിൽ എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത്. സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പ്രതികൾ സഞ്ചരിച്ച കാറിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. പാലക്കാട് DYSP C ഹരിദാസ്, ആലത്തൂർ DYSP KM ദേവസ്യ ഉൾപ്പെടെ 34 അംഗ അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചത്. പാലക്കാട് SP R വിശ്വനാഥ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലിലെ DJ പാർട്ടിയിൽ പങ്കെടുത്തവരിൽ പോലീസ് ഉന്നതനും പ്രമുഖ സിനിമാ താരവും. മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള പോലീസ് ഉന്നതനാണ് DJ പാർട്ടിയിൽ പങ്കെടുത്തത്. CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചത് ഹോട്ടലിൽ നടന്ന ചില അസ്വാഭാവിക സംഭവങ്ങൾ മറയ്ക്കാനാണെന്നാണ് വിവരം. മോഡലുകളുടെ മരണത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. മുൻ മിസ് കേരളയും ഫസ്റ്റ് റണ്ണറപ്പും സുഹൃത്തും മരിച്ച വാഹനാപകടത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. പാലാരിവട്ടത്ത് നടന്ന വാഹനാപകടത്തിൽ മുൻ മിസ് കേരള ഉൾപ്പെടെ 3 പേർ മരിക്കുന്നത് നവംബർ 1 പുലർച്ചെയാണ്. തലേദിവസം രാത്രി ഇവർ തങ്ങിയ ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലിലെ DJ പാർട്ടിയിലാണ് ഒരു പോലീസ് ഉന്നതനും സിനിമാ മേഖലയിലെ പ്രമുഖനും പങ്കെടുത്തതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നത്. പോലീസ് ഉന്നതൻ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. ഇവരിൽ ചിലർ അൻസി കബീർ, അഞ്ജന ഷാജൻ, സുഹൃത്തുക്കൾ എന്നിവരുമായി ചില പ്രശ്നങ്ങളുണ്ടാക്കി. പ്രശ്നം തീർക്കാൻ ഹോട്ടൽ ജീവനക്കാർ ശ്രമിക്കുന്നതിനിടെ അൻസി കബീർ ഉൾപ്പെടെ 4 പേർ കാറെടുത്ത് പുറത്തേക്ക് അതിവേഗത്തിൽ പോയി. പിന്നാലെ ഹോട്ടലുടമ റോയ് ജെ വയലാറ്റിന്റെ നിർദ്ദേശപ്രകാരം ഓടി കാറിൽ യുവ വ്യവസായി സൈജുവും പിന്തുടർന്നു. അപകടം നടന്നതുൾപ്പെടെ റോയിയെ സൈജു അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഉന്നതർ കൂടി DJ പാർട്ടിയിൽ പങ്കെടുത്തതിന്റെ വിവരങ്ങൾ ലഭിച്ചതോടെ അന്വേഷണത്തിൽ പോലീസും പിന്നോട്ടു പോവുകയായിരുന്നു. പ്രമുഖരുടെ ദൃശ്യങ്ങൾ ഉള്ളതിനാലാണ് CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതെന്നും അസ്വാഭാവികമായ ചില ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടെന്നുമാണ് വ്യക്തമാവുന്നത്. മയക്കുമരുന്ന് ഇടപാടുകൾ സംശയിക്കുന്നതിനാൽ NIA-യോ CBI-യോ അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ജനം, കൊച്ചി. ഇനി കൂടുതൽ ഗൾഫ് വാർത്തകൾ നോക്കാം. കൊറോണ ഭീഷണി ഉയർത്തിയ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജനുവരി മുതൽ UAE-യിലെ എല്ലാ വിദ്യാലയങ്ങളിലും പൂർണ്ണശേഷിയിൽ നേരിട്ടുള്ള അധ്യയനം പുനരാരംഭിക്കും. ദേശീയ അടിയന്തര ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഏകദേശം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുഴുവൻ വിദ്യാർത്ഥികളും സ്കൂളിൽ എത്തുന്നത്. ജനുവരി മുതൽ എല്ലാ വിദ്യാർത്ഥികളും UAE-യിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേരിട്ടുള്ള പഠനത്തിനെത്തും. മുഴുവൻ സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ തുടങ്ങി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ തീരുമാനം ബാധകമായിരിക്കുമെന്ന് ദേശീയ അടിയന്തര ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സ്കൂൾ ബസ്സുകളും പൂർണ്ണശേഷിയോടെ പ്രവർത്തിക്കും. അബുദാബി, ദുബായ്, ഷാർജ തുടങ്ങിയ എമിറേറ്റുകളിലെ വിദ്യാലയങ്ങളിൽ നിലവിൽ തന്നെ പൂർണ്ണശേഷിയിലാണ് അധ്യയനം നടന്നു വരുന്നത്. ബ്ലെൻഡഡ് മാതൃക പിന്തുടരുന്ന മറ്റ് എമിറേറ്റുകളിൽ ജനുവരി മുതൽ മുഴുവൻ വിദ്യാർത്ഥികളും സ്കൂളിലെത്തും.
ഏതാണ്ട് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുഴുവൻ വിദ്യാർത്ഥികളും സ്കൂളിൽ എത്തുന്നത്. കൊറോണ പ്രതിരോധം ഉറപ്പാക്കുന്നതിന് വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ ജീവനക്കാരും ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. യൂണിവേഴ്സിറ്റിയിലും ഹോസ്റ്റലിലും പ്രവേശിക്കുന്നതിനും വാക്സിനേഷൻ നിർബന്ധമാണ്. വാക്സിൻ ഇളവുള്ളവർ ആഴ്ചയിലൊരിക്കൽ PCR ടെസ്റ്റ് നെഗറ്റീവ് ഫലം ഹാജരാക്കണം. വിദ്യാർത്ഥികൾക്ക് മാസ്ക് നിർബന്ധമാണ്. നിലവിൽ നടപ്പാക്കി വരുന്ന PCR പരിശോധനാ മാനദണ്ഡങ്ങൾ തുടരുകയും ചെയ്യും. ജനം, ദുബായ്. അബുദാബിയിൽ ക്രിമിനൽ കോടതി വിധിക്കുന്ന പിഴകൾ തവണകളായി അടയ്ക്കാൻ സൗകര്യം. 2 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതല്ലാത്ത പിഴകൾ വെബ്സൈറ്റിലോ സ്മാർട്ട് ആപ്പ് വഴിയോ പിഴയടയ്ക്കാം. പിഴ തവണകളായി അടയ്ക്കാനുള്ള അപേക്ഷ നൽകണം. ഒറ്റ തവണയായി അടയ്ക്കാൻ പണമില്ലെന്ന് കാണിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തെളിവായി ഹാജരാക്കണം. അപേക്ഷ കോടതിയിൽ അംഗീകരിച്ചാൽ തവണ സംഖ്യയും 2 വർഷത്തിൽ കൂടാത്ത കാലയളവും രേഖപ്പെടുത്തി അനുമതി നൽകും. അതേസമയം കടം വീട്ടാനുള്ള കഴിവുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ തവണ വ്യവസ്ഥയ്ക്കുള്ള അപേക്ഷ റദ്ദാക്കപ്പെടുകയും ചെയ്യും. ലുലു ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഒമാനിൽ പ്രവർത്തനം ആരംഭിച്ചു. അൽ ഷർഖിയ ഗവർണറേറ്റിലെ ജലാൻ ബനി ബുവാലിയിലാണ് ലുലുവിൻ്റെ ഒമാനിലെ 28ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങിയത്. ലാൻ ബനി ബു അലി ഗവർണർ ഷെയ്ഖ് നൈഫ് ഹമൂദ് അൽ മാമറിയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചത്. ഒമാൻ്റെ കിഴക്കൻ പ്രദേശത്തെ അൽ ഷർഖിയ ഗവർണറേറ്റിലാണ് 1,30,000 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള പുതിയ ഹൈപ്പർ മാർക്കറ്റ്. ഒമാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മാൾവ വിഭാഗം ദീപാവലി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. പരിപാടി കൺവീനർ സുരേഷ് B. നായർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ചെയർമാൻ ഡോക്ടർ സതീഷ് നമ്പ്യാർ, ജനറൽ സെക്രട്ടറി ബാബു രാജേന്ദ്രൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ചടങ്ങിൽ ജനം TVയിലെ പരിപാടിയായ പ്രവാസികൾ പറയട്ടെ എന്ന ഡിബേറ്റിനും പ്രവാസികൾക്കായുള്ള കരുതലിനും ജനം TVയെ ആദരിച്ചു. തിരുവനന്തപുരം ജില്ലാ പ്രവാസി അസോസിയേഷൻ ടെക്സാസ് കുവൈറ്റ് സൗജന്യ യോഗ പരിശീലന കോഴ്സ് സംഘടിപ്പിക്കുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഫ്ലയർ പ്രകാശനം ഇന്ത്യൻ അംബാസഡർ സിബി ജോർജ് നിർവഹിച്ചു. ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അരുൺ രാജഗോപാൽ, ജനറൽ സെക്രട്ടറി സുമേഷ് സുധാകരൻ, ട്രഷറർ ജിയാഷ് അബ്ദുൽ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം നവംബർ 26-ന് ആരംഭിക്കുന്ന സൗജന്യ യോഗ കോഴ്സിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. കുവൈറ്റ് ഭവൻസ് സ്മാർട്ട് ഇന്ത്യൻ സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ മഹേഷ് അയ്യർ മുഖ്യ പ്രഭാഷണം നടത്തി. സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ, KG സൂപ്പർവൈസർ, രക്ഷകർത്തൃ പ്രതിനിധികൾ, അധ്യാപകരായ ഹീരൽ, പ്രേക്ഷ, സരിത ഉമേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് വിവിധ പരിപാടികളും അരങ്ങേറി. 2 ആഴ്ചയായി ഷാർജയിലും ദുബായിലുമായി നടന്ന അക്കാഫ് ഉത്സവ് 2021 വർണ്ണശബളമായ പരിപാടികളോടെ അവസാനിച്ചു. ഇതിൻ്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം കേരള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. അക്കാഫ് കോളേജ് അലൂമിനികളുടെ സഹകരണത്തോടെ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്ന ആധുനികോത്തര നിലവാരത്തിലുള്ള മൊബൈൽ ക്ലിനിക്ക് ചടങ്ങിൽ സമർപ്പിച്ചു. ശബരിമലയിൽ ഹലാൽ ശർക്കര ഉപയോഗിച്ചതിനെതിരായ ഹർജിയിൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി. പമ്പയിലെയും സന്നിധാനത്തെയും ലാബോറട്ടറികളിൽ പരിശോധിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിലും പരിശോധന നടക്കുന്നുണ്ട്. 2020-21 കാലഘട്ടത്തിൽ വാങ്ങിയ ശർക്കരയാണ് നിലവിൽ അപ്പം അരവണ പ്രസാദത്തിനായി ഉപയോഗിക്കുന്നത്. 2019-20 വർഷം 3 ലക്ഷം കിലോ ശർക്കര ബാക്കി വന്നിരുന്നു. ഇത് ലേലം ചെയ്തുവെന്നും ദേവസ്വം ബോർഡ് കോടതിയിൽ വ്യക്തമാക്കി. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന തത്വമസി അയ്യപ്പ ദർശനം 2021 സെമിനാർ സംഘടിപ്പിച്ചു. എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിൽ നടന്ന സെമിനാർ സ്വാമി ഉദിത് ചൈതന്യ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ, ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ശബരിമല മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന തത്വമസി അയ്യപ്പ ദർശനം 2021 ഭാഗമായാണ് അയ്യപ്പ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും ലോക നന്മയ്ക്ക്, സ്വാമി അയ്യപ്പൻ സാമൂഹ്യ സമരസതയുടെ പ്രതീകം, ക്ഷാത്ര തേജസ്സും സ്വാമി അയ്യപ്പനും തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ചത്.
എം മോഹനൻ മോഡറേറ്ററായ സെമിനാറിൽ സ്വാമി ഉദിത് ചൈതന്യ, കുമ്മനം രാജശേഖരൻ, SGR കുമാർ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു അനുഭൂതിയാണ്. അത് നമ്മുടെ ഹൃദയാന്തരാളത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു വികാരമാണ്. അത് പ്രതിഷ്ഠിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. ശരണഘോഷം മുഴക്കുന്നതിലൂടെ നാം സ്വയം അതിന് പാകപ്പെടുകയാണ്, പരുവപ്പെടുകയാണ്. ഈ പ്രകൃതി ഒന്നാകെ തന്നെ കാണാൻ കഴിയുന്ന മഹത്തായ ഒരു സന്ദേശമല്ലേ ശബരിമല ക്ഷേത്രം. ജാതീയത കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിൽ പോലും ശബരിമലയിൽ ജാതീയമായ അതിർവരമ്പുകൾ ഭേദിക്കപ്പെട്ടിരുന്നുവെന്ന് ഉദിത് ചൈതന്യ പറഞ്ഞു. ഇസ്ലാം മതമൊക്കെ പ്രചരിപ്പിക്കുന്ന രണ്ട് തെറ്റായ കാര്യമുണ്ട്. സൃഷ്ടാവ് വേറെ, സൃഷ്ടി വേറെ. നമ്മൾ പഠിപ്പിക്കണം. സൃഷ്ടാവിൻ്റെ മഹത്വമാണ് സൃഷ്ടി. സൃഷ്ടിയെ ബഹുമാനിക്കാൻ പഠിക്കുക, ആദരിക്കാൻ പഠിക്കുക, ആരെയും വേദനിപ്പിക്കാനും വെറുക്കാനല്ല പഠിക്കും. ദ്വേഷ്ട സർവഭൂത. 2, മനുഷ്യന്റെ ലക്ഷ്യം ഒരിക്കലും സ്വർഗമല്ല. മനുഷ്യന്റെ ലക്ഷ്യം സാക്ഷാത്കാരമാണ്, മോക്ഷമാണ്. ഇന്നും നാളെയുമായി നടക്കുന്ന തത്വമസി അയ്യപ്പ ദർശനം 2021 പരിപാടി ജനം TV, ആർഷവാണി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ശബരിമല മുൻ മേൽശാന്തി ജയരാജൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് പൂജാ ചടങ്ങുകൾ നടക്കുന്നത്. ജനം, കൊച്ചി. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെയും ആധ്യാത്മിക സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന തത്വമസി അയ്യപ്പ ദർശനം 2021 എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിൽ തുടക്കമായി. പത്മശ്രീ കുഞ്ഞോൽ മാഷ് പരിപാടി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കൊറോണ മഹാമാരി കാരണം നേരിട്ട് അയ്യപ്പ ദർശനം സാധ്യമാകാത്ത ഭക്തർക്ക് പ്രത്യേകം തയ്യാറാക്കിയ താൽക്കാലിക അയ്യപ്പ ക്ഷേത്രത്തിൽ നടക്കുന്ന സവിശേഷാൽ പൂജകളിൽ ഓൺലൈനായി പങ്കാളികളാകാം. ശബരിമല മുൻ മേൽശാന്തി ജയരാജ് പോറ്റിയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഇവിടെ വിശിഷ്ട വ്യക്തികളാൽ ദീപ പ്രോജ്വലനം നടത്തി സമാരംഭം കുറിച്ചിരിക്കുകയാണ്. പ്രവാസി നേരം പൂർണ്ണമാവുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രവാസികൾ പറയട്ടെ കാണാം. നമസ്തേ.